എല്ലാവരും ഒന്നിച്ച് ഈ പറയപ്പെട്ട ഒന്നാമതായി നാം എണ്ണിയ ഹിന്ദുത്വ ഫാഷിസത്തെ, അജണ്ടയിലൂന്നിയ ഫാഷിസത്തെ നമ്മൾ എതിർക്കുന്നു എന്നതാണ്. പൊതുസമൂഹം ഒന്നിച്ച് ഒരു നന്മയുടെ വഴിയിൽ സഞ്ചരിക്കണം, ഈ നാട് ബഹുസ്വരതയോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യവും മതേതരത്വവും ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പൗരന്മാരും ഒന്നിച്ച് ഇത്തരം അജണ്ടകളെ, ഫാഷിസത്തെ ഒരുപോലെ എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നാം കാണുന്നത്. എന്തുകൊണ്ടാണ് അത്തരം ഒരു അജണ്ടകൾക്ക് എതിരിൽ നമ്മൾ എതിർക്കുന്നത്? അത് നമ്മുടെ ഐഡന്റിറ്റിയെ ഇല്ലാതെയാക്കുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ മതവിശ്വാസങ്ങളിലേക്ക് അത് നേരിട്ടും അല്ലാതെയും ഉള്ള അധിനിവേശം അത്തരം കാര്യങ്ങളിലൂടെ കടന്നു വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ആ ഒരു വിഷയത്തെ നമ്മൾ എതിർക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നാം ഇപ്പോൾ മനസ്സിലാക്കിയ അത്തരം ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു കടുവയോട് ഉപമിക്കാം. കടുവകൾ നാട്ടിലെ കടുവകളാൽ കൊല്ലപ്പെടുന്ന ആളുകളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി എണ്ണി പറയാൻ കഴിയും. കടുവകളാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന ആളുകളെ കൃത്യമായി എണ്ണം നിശ്ചയിച്ച് നമുക്ക് നമ്മുടെ കൺമുൻപിൽ വിസിബിളായി തെളിയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ രണ്ടാമത് നാം ഡിസ്കസ് ചെയ്യാനിരിക്കുന്ന, ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടാനിരിക്കുന്ന ലിബറൽ ഫാഷിസവും ഒരു വേള ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ഇതിലേറെ വലിയ അപകടങ്ങളിലേക്കാണ് ചെന്നു ചാടിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഫാഷിസത്തെ എതിർക്കുന്നത് പോലെ ലിബറൽ ഫാഷിസത്തെ നമ്മളിൽ പലരും എതിർക്കാൻ തയ്യാറാകുന്നില്ല എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. എന്താണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടുന്ന ലിബറൽ ഫാഷിസത്തിന്റെ പ്രത്യേകത? അത് വിശ്വാസത്തിലാണ് കൈവെക്കുന്നത് എന്നതാണ്. ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് മതത്തെ പൊളിക്കാനുള്ള ശ്രമമാണ് ലിബറൽ ഫാഷിസം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആത്യന്തികമായി രണ്ടും മതത്തിലേക്കാണ്, മതവിശ്വാസികളെയാണ്, വിശ്വാസങ്ങളിലേക്കാണുള്ള കടന്നുകയറ്റം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതത്തെ നേരിട്ട് എതിർക്കാതെ പലപ്പോഴും പറയാറുണ്ട്, ഇസ്ലാം ഈസ് ട്രൂ, ഇസ്ലാം ഈസ് ക്യൂട്ട് ബട്ട് ഇറ്റ്സ് ബിലീഫ് ഈസ് ടോക്സിക്. ഇങ്ങനെ പറയാറുള്ളത്. ഇസ്ലാമൊക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ വിശ്വാസങ്ങളിൽ പലതും അപകടകരമാണ്. ഇങ്ങനെ പറയാം. വിശ്വാസത്തിൽ കൈവച്ചുകൊണ്ട് മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം ഒളിയ അജണ്ടകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം.